പ്രിയമുള്ളവരെ, വചനജ്വാല 1062 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ 28 ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്ന പൊൻസുദിനം കൂടിയാണ് ഇന്ന്. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മളുടെ വചന വായനയിൽ 1 മക്കബായരുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഗോർജിയാസിന്റെ മേൽ വിജയം. യഹൂദരുടെ പാളയത്തിൽ മിന്നലാക്രമണം നടത്തുന്നതിന് ഗോർജിയാസ് 5000 ഭടന്മാരെയും മികച്ച 1000 കുതിരപ്പടയാളികളെയും കൂട്ടി രാത്രിയിൽ പുറപ്പെട്ടു. കോട്ടയിൽ താമസിച്ചിരുന്നവരാണ് അവന് വഴി കാട്ടിയത്. യൂദാസ് ഇതറിഞ്ഞ് തന്റെ ശക്തരായ സഹചരന്മാരോട് കൂടി എമ്മാവൂസിലുള്ള രാജസൈന്യത്തെ ആക്രമിക്കാൻ പുറപ്പെട്ടു. സൈന്യം അപ്പോൾ പാളയത്തിൽ ഉണ്ടായിരുന്നില്ല. ഗോർജിയാസ് രാത്രി യൂദാസിന്റെ പാളയത്തിലെത്തിയപ്പോൾ ആരെയും കണ്ടില്ല. അവൻ ഓടി രക്ഷപ്പെടുകയാണ് എന്ന് പറഞ്ഞ് അവൻ അവരെ തെരഞ്ഞ് മലകളിലേക്ക് പോയി. പ്രഭാതമായപ്പോൾ യൂദാസ് 3000 പേരോടുകൂടി സമതലത്തിലെത്തി. ആവശ്യത്തിന് വാളും പരിചയും അവർക്ക് ഉണ്ടായിരുന്നില്ല. വിജാതീയരുടെ പാളയം കോട്ടകളാൽ സുരക്ഷിതവും കുതിരപ്പടയാൽ വലയതുമാണെന്ന് അവൻ കണ്ടു. പടയാളികൾ യുദ്ധപരിശീലനം നേടിയവരായിരുന്നു. യൂദാസ് അനുചരന്മാരോട് പറഞ്ഞു, അവരുടെ എണ്ണം കണ്ട് പരിഭ്രമിക്കേണ്ട. അവർ ആക്രമിക്കുമ്പോൾ ഭയപ്പെടുകയും അരുത്. സൈന്യസമേതം അനുധാവനം ചെയ്ത ഫറവോയിൽ നിന്ന് ചെങ്കടലിൽ വെച്ച് നമ്മുടെ പിതാക്കന്മാർ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയെന്ന് ഓർക്കുവിൻ. അവിടുന്ന് നമ്മിൽ പ്രസാദിച്ച് നമ്മുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും നമ്മെ ആക്രമിക്കുന്ന ഈ സൈന്യത്തെ ഇന്ന് നശിപ്പിക്കുകയും ചെയ്യേണ്ടതിന് നമുക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. ഇസ്രായേൽ രക്ഷിക്കുന്ന ഒരു വിമോചകൻ ഉണ്ടെന്ന് വിജാതീയർ അപ്പോൾ അറിയും. വിദേശീയർ തല ഉയർത്തി നോക്കിയപ്പോൾ യഹൂദ സൈന്യം എതിരെ വരുന്നത് കണ്ടു. അവർ യുദ്ധസന്നദ്ധരായി പാളയത്തിൽ നിന്ന് പുറത്തു വന്നു. യൂദാസിന്റെ ആളുകൾ കാഹളം മുഴക്കി യുദ്ധം ആരംഭിച്ചു. വിജാതീയർ പരാജിതരായി സമതലത്തിലേക്ക് പലായനം ചെയ്തു. പിൻനിരയിലുണ്ടായിരുന്നവരെ വാളിന് ഇരയാക്കിക്കൊണ്ട് യൂദാ സൈന്യം ശത്രുക്കളെ ഗസാറ, ഇദിയമാ സമതലം, അസത്തോസ്, യെമ്നിയാസ് എന്നിവിടങ്ങൾ വരെ പിന്തുടർന്നു. 3000-ഓളം പേരെ വധിച്ചു. അനന്തരം യൂദാസും പടയാളികളും മടങ്ങിപ്പോന്നു. യൂദാസ് ജനത്തോട് പറഞ്ഞു, നിങ്ങൾ കൊള്ള വസ്തുക്കളെ മോഹിക്കരുത്. നമുക്കിനി ഇനിയും യുദ്ധം ചെയ്യാനുണ്ട്. ഗോർജിയാസും സൈന്യവും മലകളിൽ അടുത്തു തന്നെയുണ്ട്. ഇപ്പോൾ ശത്രുക്കളെ ചെറുത്തു തോൽപ്പിക്കുവിൻ. പിന്നീട് കൊള്ള മുതൽ യഥേഷ്ടം കൈക്കലാക്കാം. യൂദാസ് ഇത് പറഞ്ഞു തീരുന്നതിന് മുൻപേ മലകളിൽ നിന്ന് ഒരു പടനീക്കം കാണാറായി. തങ്ങളുടെ സൈന്യത്തെ യഹൂദർ തുരത്തിയെന്നും പാളയത്തിന് തീവച്ചുവെന്നും അവർ മനസ്സിലാക്കി. ഉയർന്നുകൊണ്ടിരിക്കുന്ന പുക ഇതിന് തെളിവായിരുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഗോള കത്തോലിക്ക സഭയിൽ ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയായ നമുക്കേറെ സുപരിചിതയും നമ്മുടെ കാലഘട്ടത്തിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ അൽഫോൻസാമയെ അനുസ്മരിക്കുന്ന ദിവസമാണ്.
അനേകായിരങ്ങളിൽ സുവിശേഷത്തിന്റെ ആവേശം പകർന്ന് മിശിഹാനുകരണത്തിന്റെ അഗ്നി കൊളുത്തി പീഠത്തിൽ ഉയർത്തി വെച്ചിരിക്കുകയായിരുന്നു അൽഫോൻസാമ്മ. ജീവിത വിശുദ്ധി കൊണ്ടും ലാളിത്യം കൊണ്ടും അനുകരണീയമായ മാതൃകയാണ് വിശുദ്ധ അൽഫോൻസ. കേരളത്തിലെ കുടമാളൂർ ഗ്രാമത്തിലെ മുട്ടത്തുപാടത്ത് കുടുംബത്തിൽ ജനനം. അന്നക്കുട്ടി എന്നാണ് ചെറുപ്പത്തിലെ പേര്. വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചു. മാതൃ സഹോദരി അന്നമ്മയാണ് വളർത്തിയത്. കന്യാസ്ത്രീ ആകണമെന്ന കാരണത്താൽ അന്നക്കുട്ടി വിവാഹത്തിന് സമ്മതിച്ചില്ല. ഭരണങ്ങാനം ക്ലാര മഠത്തിൽ ചേർന്ന അന്നക്കുട്ടി 1936 ആഗസ്റ്റ് 12 നിത്യവ്രതവാഗ്ദാനം നടത്തി. സ്നേഹം, വിശുദ്ധി, ത്യാഗം, സഹനം, നോമ്പ്, പ്രാർത്ഥന, ഉപവാസം എന്നിവയും വ്രതത്രയത്തിൽ കർമ്മവും ജീവിതയും സമന്വയിപ്പിച്ച ഒരു സ്വാത്വിക ത്യാഗിയായിരുന്നു അൽഫോൻസാമ്മ. ജീവിതത്തിൽ സഹനങ്ങൾ ചോദിച്ചു വാങ്ങി തീവ്രമായ വേദന അനുഭവിച്ച് ഈശോ മറിയം ഔസേപ്പെ എന്ന് ഉരുവിട്ട് തന്റെ സഹനബലി പൂർത്തിയാക്കിയ വിശുദ്ധ അൽഫോൻസാമയോടൊപ്പം രക്തസാക്ഷികളായ വിശുദ്ധ നസാരിയൂസിനെയും സെൽസൂസിനെയും പ്രഥമ ഇന്നസെന്റ് പാപ്പായെയും വിക്ടർ പ്രഥമ പാപ്പാപ്പയെയും അനുസ്മരിച്ച് ഇവരുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു.